പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955540953. വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിൽ കൊടിക്കൂറ ഉയർത്തൽ ചടങ്ങ് നടക്കും. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള പറപ്പുറപ്പാടിന് ചൊവ്വാഴ്ച തുടക്കമാകും. രാവിലെ 8 മണിക്ക് ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ കൊടിക്കൂറ ഉയർത്തും. ക്ഷേത്രം ഊരായ്മ പാർവതി വല്യമ്മ, ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, ദേവസ്വം ഓഫീസർ ശ്രീരാജ്, പൂരക്കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും. വൈകിട്ട് 5 മണിക്ക് നാദസ്വരത്തോടുകൂടി ഭഗവതിയെ പറപ്പുറപ്പാടിനു വേണ്ടി അണിയിച്ചൊരുക്കും. 6 മണിക്ക് ദീപാരാധന, നിറമാല എന്നിവയും നടക്കുമെന്ന് ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേറ്റർ വി സുരേഷ് കുമാർ പറഞ്ഞു. ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും 3 ദേശ കമ്മിറ്റികളും എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പറപ്പുറപ്പാടാണ് നാളെ 20/2/2024 രാവിലെ 8 മണിക്ക് ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ കൊടിക്കൂറ ഉയർത്തും. അതിന് ആ സമയത്ത് ക്ഷേത്രം ഊരായ്മ പാർവതി വല്യമ്മ, അതുപോലെ മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, ദേവസ്വം ഓഫീസർ, പൂരക്കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്രം ഉപദേശ സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ക്ഷേത്രം കോമരം നമുക്ക് കൊടിക്കൂറ ഉയർത്തുക. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് നമ്മുടെ നാദസ്വരത്തോടു കൂടിയിട്ട് ഭഗവതീനെ നമ്മൾ പറപ്പുറപ്പാടിന് വേണ്ടി അണിയിച്ചൊരുക്കും. 6 മണിക്ക് ദീപാരാധന, നിറമാല. എല്ലാ വർഷവും കുഴിയോട് അനിയേട്ടനാണ് പൂരം പറപ്പുറപ്പാട് ദിവസത്തെ നിറമാല നടത്താറ്. പ്രസാദ വിതരണം ഉണ്ടാവാറുണ്ട്. അതിനുശേഷം തായമ്പക, ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക ഉണ്ടാവും. അതിനുശേഷം മേളത്തോട് കൂടിയിട്ടുള്ള പറപ്പുറപ്പാടാണ്, കരിമരുന്ന് പ്രയോഗമാണ്. അതും ഇപ്രാവശ്യം നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് 3 പൂര കമ്മിറ്റിക്കാരും എല്ലാവരും, എല്ലാ ഭക്തജനങ്ങളും അത് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം തൊട്ട് അമ്പലത്തിൽ രാവിലെ 8 മണിക്ക് പറ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെ പറ പുറത്തേക്ക് പോകും, എല്ലാ വീടുകളിലും പോയി പറ സ്വീകരിക്കുന്നതാണ്. ഫെബ്രുവരി 25-നാണ് നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടും ആൽത്തറ മേളവും. വടക്കാഞ്ചേരി ദേശമാണ് ഇപ്രാവശ്യം സാമ്പിൾ വെടിക്കെട്ട് അണിയിച്ചൊരുക്കുന്നത്. പിന്നെ 27-ാം തീയതി നമ്മുടെ ഉത്രാളിക്കാവ് പൂരം രാവിലെ 11:30-ന് എങ്കക്കാടിൻ്റെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. അതിനുശേഷം കുമരനെല്ലൂരിൻ്റെ എഴുന്നള്ളിപ്പ്. പിന്നെ വടക്കാഞ്ചേരി 12 മണിക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2 മണി 3 മണിയോട് കൂടിയിട്ട് വടക്കാഞ്ചേരി ദേശം ഉത്രാളിക്കാവിലേക്ക് എത്തും. പിന്നെ ഭഗവതിപൂരം കുടമാറ്റം. ഭഗവതിപൂരം കൃത്യം 6:30-ന് എങ്കക്കാട് ദേശം ഭഗവതിപൂരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കും. 6:45-ന് വടക്കാഞ്ചേരി ദേശം. 7 മണിക്ക് കുമരനെല്ലൂർ ദേശം വന്നു കഴിഞ്ഞാൽ ഭഗവതിപൂരം ആരംഭിക്കുകയായി. അപ്പോൾ എല്ലാ ചടങ്ങുകൾക്കും 3 ദേശക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൂടാണ്ട് പറപ്പുറപ്പാടിന് ശേഷം 3 ദേശങ്ങളിലും വ്യത്യസ്തമായ കലാരൂപങ്ങളും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. അതും ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഉത്രാളിക്കാവിൽ ഈ 3 ദേശങ്ങളെ കൂടാണ്ട് മറ്റുള്ള പൂരങ്ങൾ വരാറുണ്ട്. ആ പൂരങ്ങൾക്കും പരിപൂർണ അവരെ പൂരം വളരെ ഭംഗിയായിട്ട് നടക്കണമെന്ന ആഗ്രഹം തന്നെയാണ് ഈ 3 ദേശ കമ്മിറ്റികൾക്കുള്ളത്. എല്ലാവരും പൂരത്തിന് വന്ന് പൂരം ആഘോഷിക്കുക. പ്രത്യേകിച്ച് ഈ പൂരത്തിനെ ഇത്രയധികം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഒരു പങ്ക് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പരിമിതികൾ കണ്ടമാനുണ്ട്. എന്നാലും നമ്മൾ ഷൊർണൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളെല്ലാം ശാസ്താവ് അമ്പലം കഴിഞ്ഞിട്ട് വരുന്ന ആ പാടത്താണ് നമ്മൾ പാർക്ക് ചെയ്യാറ്. അപ്പോൾ അവിടെ തന്നെ പാർക്ക് ചെയ്യണം. അതുപോലെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ മാരാത്തുനിന്ന് വഴിക്ക് തിരിഞ്ഞ് അവിടെ ഒരു ചെറിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൽവേ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പേ ഉള്ള ആ ഭാഗത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അതുപോലെ ഉത്രാളിക്കാവിൻ്റെ ഭാഗത്ത് പാർക്കിംഗ് സൗകര്യം കുറവാണ്. അപ്പോൾ 2 സൈഡിലും ഇപ്രാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാൻ പോലീസ് അനുവദിക്കില്ല. അപ്പോൾ വരുന്ന വണ്ടികൾ പരമാവധി ഉത്രാളിക്കാവിൻ്റെ മുൻപേ തന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. VCV ന്യൂസ്, ഉത്രാളിക്കാവ്.